ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. അനീഷേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സാധാരണ ഇച്ചിരി സ്പെഷ്യലാക്കാമെന്ന് കരുതിയിട്ടുണ്ട് ലഞ്ചിന്. രാവിലെ തന്നെ അച്ഛനും മോളും പോയി. അനീഷേട്ടൻ ഓഫീസിൽ പോയി. മാളൂട്ടിയാണെങ്കിൽ മാളൂന് വെക്കേഷനാണ് കേട്ടോ ഇപ്പോൾ. പക്ഷേ അവരുടെ സ്കൂളിൽ ക്യാമ്പുണ്ട്. അപ്പോൾ അതിന് പലതരം ആക്ടിവിറ്റീസ് ഉണ്ട്. മാളു എടുത്തിരിക്കുന്ന ഡാൻസിനാണ് കേട്ടോ. എന്നത്തെ അത്രയും നേരത്തെ പോകണ്ട കേട്ടോ, 6:30 പോകണ്ട. ഇതിപ്പോൾ ഒരു 7:45 ആകുമ്പോഴത്തേനും അവരുടെ ബസ് വരും. ഉച്ചയ്ക്ക് ഒരു 12 മണി 12:30 ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ് തിരിച്ചും വരും കേട്ടോ. അപ്പം മാളു 12:30 ആവും വരുമ്പോൾ അനീഷേട്ടൻ ഒരു 1:30 ആ സമയമൊക്കെ ആവും വരുമ്പോൾ. ഇന്ന് ഉച്ചത്തേക്ക് ചിക്കൻ ബിരിയാണിയും പിന്നെ ഒരു പായസം ഉണ്ടാക്കും കേട്ടോ. അത്രയേ ഉള്ളൂ, വേറെ സ്പെഷ്യലൊന്നുമില്ല. ചിരിയും കൂടിയൊക്കെ ആക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഒന്നും കേക്ക് പോലും മേടിക്കാൻ കേട്ടോ. അങ്ങനെ ചിക്കന് ആദ്യം തന്നെ അങ്ങ് നമ്മൾ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ മാള് നേരത്തെ വരുമല്ലോ. അതുകൊണ്ട് തന്നെ നേരത്തെ ടൈമില്ല കേട്ടോ ഇപ്പോൾ ലഞ്ച് ഉണ്ടാക്കാനായിട്ട്. അന്നേരം ഞാൻ ആ ചിക്കൻ ആദ്യം വെച്ചു. പിന്നെ പായസം നമ്മൾ ഉണ്ടാക്കുന്ന ഇളനീർ പായസം, ഒരു പ്രാവശ്യം ഇളനീർ പായസം മേടിച്ച് വെച്ചതിന് ശേഷം ഇപ്പോൾ എല്ലാവർക്കും അതാട്ടോ ഇഷ്ടം. നേരത്തെ പാലടയോടായിരുന്നു ഇഷ്ടം, ഇപ്പോൾ ഇതിനോടാട്ടോ. അപ്പോൾ നമുക്ക് മാത്രം ഉള്ളതുകൊണ്ട് ഒരു പാക്കറ്റ് മേടിച്ച് ഇച്ചിരി പാലിൽ ഉണ്ടാക്കിയിട്ടോ. പിന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഇത്രയും പച്ചക്കറിയാണ് എടുക്കുന്നത്. അപ്പം ബിരിയാണിക്കുള്ള റൈസ് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിരുന്നു. അപ്പം ഇനി അത് പാകമാക്കിയാൽ മതി. അങ്ങനെ അത്രയും പച്ചക്കറി എടുക്കണത് സാധാരണ കൂടുതലായിട്ട് ഞാൻ ബിരിയാണിക്ക് പച്ചക്കറി ഇടണം. കാരണം വേറെ അല്ലാതെ നമ്മൾ തോരനൊന്നും ഉണ്ടാക്കുമ്പോൾ മാളൂനൊന്നും അത്ര മീച്ച ഉണ്ടാവില്ല. ഇതാവുമ്പോൾ പറക്കി കളയുകയോ ഇല്ല, വലിയ കാര്യമായിട്ട് പച്ചക്കറി ഇട്ട് ടേസ്റ്റ് അങ്ങ് ഫീൽ ചെയ്യുകയോ ഇല്ല. അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ പച്ചക്കറി കിട്ടും. അപ്പോൾ നമ്മുടെ ബിരിയാണിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഈ ബിരിയാണി ആക്കണ സമയത്ത് തന്നെ ചിക്കനും പായസവും ഒക്കെ ഒരു സൈഡിൽ നിന്നായി. എല്ലാം ഒരുപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കനും ആയി, പായസമായി. ഇനി പായസത്തിൽ ഇച്ചിരി അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഇട്ടാൽ മതി. അതും ഓക്കെ ആയി. നമ്മുടെ പാചകം ഉച്ചത്തെ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല്. ഇനിയിപ്പോൾ മാളു വരാറായിട്ടുണ്ട് കേട്ടോ. മാളു വന്നു. മാളു ഒരു കറക്റ്റ് ഇന്ന് 12:30 മുന്നേ വന്നേ കേട്ടോ. ആള് വന്നപ്പോൾ തന്നെ മണം പിടിച്ചു കേട്ടോ. പറഞ്ഞാൽ ഈ പായസത്തിൻ്റെ നെയ്യിലിട്ടുള്ള വറുത്തിടുന്നതൊക്കെ നല്ലോണം പുറത്തേക്ക് പോയി എന്ന് തോന്നുന്നു കേട്ടോ മണം. അപ്പോൾ വന്ന ഉടനെ ഇന്ന് അടുക്കളയിലേക്കാണ് പോയത്. മണം പിടിച്ച് എന്ത് ഇത്ര പ്രത്യേകത മാളൂനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ ഇന്ന് ഉണ്ടാക്കണം, പായസമൊക്കെ ഉണ്ടാക്കണ കാര്യം. ആള് വന്നപ്പോൾ തന്നെ അതൊക്കെ മണത്ത് നോക്കുകയാണ് കേട്ടോ. മണം പിടിച്ചായിരുന്നു, ഫ്ലോറിൽ കൂടെ നിറച്ച് പടായി എന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചത്തെ സ്പെഷ്യൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേന് സാധാരണ അടുക്കള ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് മാളു വന്നാലും മാളുവിൻ്റെ പുറകെ ഇച്ചിരി നേരം വിശേഷമൊക്കെ തിരക്കി പോയി. മാളു ഫ്രഷ് ആവാൻ പോയപ്പോൾ ഞാൻ പിന്നെ അടുക്കളയിൽ വന്ന് ക്ലീനിങ് തുടങ്ങി. നമ്മളിവിടെ ഫ്ലാറ്റിലായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി ഇച്ചിരി എവിടെയെങ്കിലുമൊക്കെ വീണ് കിടന്നാൽ തന്നെ പാറ്റ വരും കേട്ടോ. കുഞ്ഞു കുഞ്ഞു പാറ്റകളുടെ ശല്യമുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറുതായിട്ട് വീഴുമ്പോൾ തന്നെ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ പാറ്റയുണ്ട് കേട്ടോ. നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടാലും പാറ്റ ശല്യം കൂടുതലാട്ടോ ഇവിടെ. നമ്മൾ നാട്ടിലുള്ള പോലത്തെ വലിയ പാറ്റയല്ല, ചെറിയ ചെറിയ പാറ്റകളുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ക്ലീനിങ്ങും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അനീഷേട്ടൻ വരാറായിട്ടുണ്ട്. മാളും കുളിച്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. മാളു വരുമ്പം മേല് കഴിയും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഞാനത് ഫുഡൊക്കെ എടുത്ത് വെച്ച് എല്ലാം സെറ്റാക്കുമ്പോഴത്തേനും ഇന്ന് അനീഷേട്ടൻ എത്തും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇന്ന് ഈ പാത്രത്തിൽ നിന്ന് ഞാൻ മാറ്റിയില്ല കേട്ടോ. കാരണം എനിക്ക് ഈ പാത്രം ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ഫുഡ് ഉണ്ടാക്കണ പോലെ തന്നെ സെർവ് ചെയ്യാനും കുഴപ്പമില്ലാത്തൊരു പാത്രമാണ് കേട്ടോ. അനീഷേട്ടൻ വന്നു.
ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും മാളുവിനെ കളിക്കാൻ പിള്ളേർ വന്ന് വിളിച്ചുകൊണ്ട് പോയി കേട്ടോ. മാളു പിന്നെ വന്നപ്പോൾ കുറച്ച് പായസം കുടിച്ചായിരുന്നു. അപ്പം ഞങ്ങളെന്നാൽ ഇച്ചിരി പായസം കുടിക്കാമെന്ന് വിചാരിച്ച് പായസമൊക്കെ എടുത്തോണ്ടിരുന്നത്. നമുക്കല്ലെങ്കിലും ഫുഡ് കഴിച്ച് കഴിഞ്ഞ് മധുരം കഴിപ്പുണ്ടല്ലോ, അപ്പം അത് അങ്ങനെ പായസത്തിലാക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നു അങ്ങ് പായസം കുടിച്ചു. അത് ഇന്നത്തെ ബർത്ത്ഡേ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ആഘോഷിച്ചത്. അപ്പോൾ ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.